പറയുവാനിതാദ്യമായി വരികൾ മായേ മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും പതിയെ ഞാൻ തൊടുന്നതും അവളോ മായും തീരാതെ ഉള്ളിലിനിയിള മഞ്ഞിൻ ചൂട് നൂറാണ് നിൽടെ ചിറകിന് ചേലവും തൂവല് നീയും ഞാനും പണ്ടേ പണ്ടേ പൂവും വണ്ടും തേൻകണങ്ങൾ തിളങ്ങും നേരം പിന്നെയും പറയുവാനിതാദ്യമായി വരികൾ മായേ മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും പതിയെ ഞാൻ തൊടുന്നതും അവളോ മായും മനസാലെ മൂളുന്നു സമ്മതം താരകൾ മിന്നുന്നു ഇനി നൂറു നൂറായിരം ഒരു പൂക്കാലം കൺകളിലാടുന്നു രാവേതോ വെണ്ണതിയാവുന്നു കിനാവുകൾ തുഴഞ്ഞു നാം ദൂരെ ദൂരെയോ നിലാവിതൾ മെനഞ്ഞൊരാ കൂട് തേടിയോ പറയുവാനിതാദ്യമായി വരികൾ മായേ മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും പതിയെ ഞാൻ തൊടുന്നതും അവളോ മായും
കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം, മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം, പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. I want to welcome each and every one of you for this very auspicious day and this celebration. I know some of you don't speak Malayalam, and our celebration is going to be in Malayalam, so please bear with us. Okay, and very special day in the life of Vivek and Anjali as they are here in front of the altar to begin their married life. We together pray for them. Our presence and our support and encouragement for them is very special to them as well. As we know, we live in a very unprecedented time because of the COVID. We all look different because of the, this mask doesn't matter. So as of August 1st, Calgary has a ruling that we all have to wear the mask. So it is a mandatory. So I encourage those who are here, everybody, they have to register their name if they didn't do. That is only for the record purpose. If anything go wrong, you will be intimated. We keep that for 14 days in our office, and also keep that social distancing rules and regulations. And these are just preliminary information I want to share with you. So let us begin our celebration. I want to welcome Father Thomas. He is a new pastor for Mother Teresa Syro Malabar community, and Father Projan, he is from Saskatoon, representing Anjali, she is from there. So very special warm welcome to our priest and each and every one of you here. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേയ്ക്കാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതനായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സഫലരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഉദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകലാന്തരികമാകുന്നു, അവളുടെ മേലെ ഈ പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മകൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ
ബന്ധപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സയ്യോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുതർജനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് കൃതം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ സഹോദരരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 2 വാക്യങ്ങൾ 18 മുതൽ 24 വരെ. ഗുരു അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്ന് അറിയുവാൻ അവിടുന്ന് അവയെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും വയലിലെ മൃഗങ്ങൾക്കും പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിദ്രയിൽ ആഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിനു ശേഷം അവിടം മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ല് കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. എന്റെ സഹോദരരെ, വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുള്ള വായന അധ്യായം 3 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയും ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകുന്നു. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത്
ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിയാണെന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ. 3-ാം ദിവസം ഗലീലിയായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുമോ? എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനെ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. ഈശോമിശിഹായിൽ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട സജോജ, തോമസ് അച്ച, സ്നേഹമുള്ള വിവേക്, അഞ്ജലി, വിവേകിന്റെയും അഞ്ജലിയുടെയും പാരൻസ്, അതുപോലെ ഫ്രണ്ട്സ്, ആദ്യമേ തന്നെ വിവേകിനും അഞ്ജലിക്കും അച്ഛനെ ഏറ്റവും കൃത്യമായിട്ട് ഇന്നേ ദിനത്തിന്റെ മംഗളങ്ങൾ കൃത്യമായിട്ട് നേരുകയാണ്. വളരെ ഒരുക്കത്തോടു കൂടെ ഒരു നല്ല കുടുംബ ജീവിതം അത് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഈ ബലിപീഠത്തിന്റെ മുൻപിൽ അവര് ആയിരിക്കുകയാണ്. എനിക്കറിയാം, അവരുടെ മുഖമൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്.
രണ്ടുപേരും വളരെ ചിരിച്ച് വളരെ ഒരുക്കത്തോടുകൂടെ തന്നെയാണ് അവരിന്ന് ഈ ഒരു വേദിയിൽ ആയിരിക്കുന്നത്. രണ്ടുപേർക്കും ദിനത്തിന് മംഗളങ്ങള് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഏറ്റവും കൃത്യമായിട്ട് നേരുന്നു. സുഖമാണോ വിവേക്? ജലി? അതെ. ഇന്ന് നിങ്ങൾ ഒരു പുതിയ കുടുംബ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് പ്രവേശിക്കുകയാണ് അല്ലേ? കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടൊക്കെ പോകും. ഗ്രേം പാരൻസ് ഡേവിസ് ആൻഡ് മഞ്ജു, അതുപോലെ ബേബി ആൻഡ് ഡേസി, ഇവരെല്ലാവരും കൂടെയുണ്ട് നിങ്ങളുടെ വലിയ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് അല്ലേ? ഞാനൊരു ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ. എൻ്റെ ഒരു രീതി അതാണ്, അതുകൊണ്ടാണ് അഞ്ജലിക്ക് അറിയാൻ കഴിയും. നല്ല ഒരു കുടുംബജീവിതമായിരിക്കും അല്ലേ? ഉറപ്പാണോ അല്ലേ? അതൊരു ഉറപ്പില്ലാത്ത ഒരു ഉറപ്പാണോ? യെസ്. എന്താ അതിലൊരു ഉറപ്പ്? അതല്ലേ എല്ലാം. അഞ്ജലി വേഗം സഹായിച്ചു. എന്താണ് അതിലൊരു ഉറപ്പ്? അതെ, അതൊരു ഉറപ്പ് തന്നെയാണ് തീർച്ചയായും. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് അല്ലേ? എനിക്കതിലൊരു കോൺക്രീറ്റ് ഒരു ഉറപ്പ് കാണിച്ചു തരാൻ പറ്റും. ഇതിലൊരു കോൺക്രീറ്റ് ഉറപ്പ് മീൻസ് ഞാൻ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളൊന്ന് സഹായിക്കും. ഒന്ന് കൊടുത്തേ. എന്തായാലും വിവേക് ഇപ്പോൾ ഒരു പുതിയ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Can you give us some tips for the successful married life for your son? The biggest would be compromise. Yeah. Sacrifice. Yeah. Understanding. Yeah. Patience. Love. Yes. That means your son is a man of patience, but he wants that. Wait. Vivek says that we want to write about that. Anjali, yes. Anjali തീർച്ചയായിട്ടും സഹായിക്കും. ഒന്ന് കൊടുത്തു ടിപ്സ് ഒന്ന് കൊടുത്തു. Give some tips to them. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞ എല്ലാവരും നെട്ടുവാണ്. അവരെ മത്സരിക്കണം. അതെ. രണ്ടുപേരും മത്സരമായിരിക്കണം. ജയിക്കാൻ വേണ്ടിയായിരിക്കും, തോൽക്കാൻ വേണ്ടിയായിരിക്കും. അവർ പരസ്പരം തോൽക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കും. അതായത് പാർട്ട്ണർ ജയിക്കണം എന്ന് എപ്പോഴും ചിന്തിക്കും. കിട്ടിയോ അഞ്ജലി? അതായത് എന്റെ പാർട്ട്ണർ ജയിക്കാൻ വേണ്ടിയിട്ട് സ്വയം തോറ്റു കൊടുക്കണം എന്നല്ല പറയുന്നത്. ഞാൻ ആലോചിക്കുക, ഞാനൊന്ന് ഇങ്ങോട്ട് നോക്കാം. തോറ്റാൽ ഒരു വ്യക്തിയാണ് എല്ലാവരെയും ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നടക്കും. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റും? ഇവരെയോ Can you give some tips for a successful married life for them? കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഇവിടെ മാരേജ് കഴിഞ്ഞവരെ കൂടിയിരിക്കുന്നുണ്ട്, ഒന്ന് കൊടുക്കാനൊക്കെ പറ്റുമോ? എന്റെ ഒരു ചോദ്യം ചോദിക്കാം, അങ്ങനെ ഒരു ടിപ്സ് ഉണ്ടോ? എന്താ വിവേക അഞ്ജലി, എനിക്കറിയാം നിങ്ങളുടെ മാതാപിതാക്കൾ എനിക്കറിയാം നല്ല മനോഹരമായിട്ടുള്ള വാക്കുകൾ, അതുപോലെ നമുക്കറിയാം പാർട്ട്ണർ വിജയിക്കാൻ വേണ്ടിയിട്ട് സ്വയം തോറ്റു കൊടുക്കുന്ന നല്ല ഉപദേശങ്ങൾ. എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെ കുറെ നല്ല ഉപദേശങ്ങൾ നിങ്ങൾക്ക് കിട്ടും, എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് ഉപദേശങ്ങൾ തന്നെയാണ്. പക്ഷെ എന്റെ മനസ്സിലുള്ള ഒരു ആദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഡേവിസണിന് കുറെ നല്ല സ്വപ്നങ്ങളുണ്ട്. മകൻ വിവേക് ഈസ് എ മാൻ ഓഫ് പേഷ്യൻസ് അല്ലേ? അങ്ങനെ കുറെ നല്ല ഉപദേശങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു 3 കാര്യങ്ങൾ. കാരണം ഇതിന് എനിക്ക് തോന്നുന്നു ഒരു സക്സസ്ഫുൾ മാരീഡ് ലൈഫ് ഐ തിങ്ക് ദാറ്റ് ദേർ ഈസ് നോ ടിപ്സ് ഫോർ ദാറ്റ്. അങ്ങനെ ടിപ്സ് ഉണ്ടോ? നിങ്ങൾ നാളെ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്ന് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് ഇന്ന് ആ ഒരു പ്രതീക്ഷ കൊടുക്കാനല്ലാതെ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? പലതും ചെയ്യാൻ പറ്റും.
ഐ തിങ്ക് നത്തിങ്. യെസ്, ദാറ്റ് ഈസ് അപ് ടു യു ഗൈസ്. എനിക്ക് 3 കാര്യങ്ങൾ പറയാൻ പറ്റുന്നു. ഒന്ന്, ഞാൻ പറയുക, ഒരു നല്ല ഒരു വിജയിച്ച ഒരു മാരിഡ് ലൈഫിന് വേണ്ട, അല്ലെങ്കിൽ ഞാൻ പറയുക നിങ്ങളുടെ മാരിഡ് ലൈഫിൽ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കുമോ എന്നൊന്നും അച്ഛന് പറയാൻ പറ്റില്ല. ബട്ട് ഐ ഗീവ് സം ടിപ്സ്. ഇത്രേ ഉള്ളൂ. ഒന്നാമത്തെ ഒരു കാര്യം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ വിശ്വാസ ആ ജീവിതത്തിൽ നിന്നുകൊണ്ട് ഞാൻ അനുഭവിച്ചതായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം. അതായത് ഞാൻ പറയുന്നത്, നിങ്ങളുടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ തല ഒന്ന് കുനിക്കുക 3 കാര്യങ്ങളുടെ മുമ്പിൽ. ഒന്ന്, ഞാൻ പറയുക, ഇത് വിശുദ്ധീകരിക്കുന്ന ഈ ബലിപീഠത്തിന്റെ മുമ്പിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. എല്ലാ ദിവസവും തന്റെ വധുവായ സഭയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ മുറിക്കപ്പെടുന്ന ഒരു വരനുണ്ട്. നമുക്കറിയാം, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയില് ശരീരരക്തങ്ങള് കരങ്ങളിലെടുത്തുകൊണ്ട് പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്. ഇതെന്റെ ശരീരമാണ്, രക്തമാണ്. എന്തിനാണെന്നോ, ഇത് രക്ഷയുടെ അച്ചാരമാണ്. വധുവായ സഭയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കരങ്ങളിലേക്ക് നൽകിക്കൊണ്ട് പറയുന്നു, വാങ്ങി ഭക്ഷിക്കുക, കുടിക്കുക. എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ. ഈ ബലിപീഠത്തിന്റെ മുമ്പിൽ നിങ്ങളൊന്നും തല കുനിക്കില്ല. കാരണം രവിശേഖരൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പോയിന്റിലേക്ക് ഞാനൊന്ന് വരികയാണ്. നിങ്ങള് വധു അല്ലെങ്കിൽ വരൻ, നിങ്ങളുടെ പാർട്ട്നേഴ്സാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ബലിപീഠത്തിന് മുമ്പിൽ ഒന്നും മുറിക്കപ്പെടാനായിട്ട് പറ്റും. ഈ വിശുദ്ധ കുർബാനയിൽ മുറിക്കപ്പെടുന്നത് പോലെ ഈ ബലിപീഠത്തിന്റെ മുൻപിൽ നിങ്ങൾ തല കുനിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുക, യു വിൽ ഹാവ് എ സക്സസ്ഫുൾ മാരിഡ് ലൈഫ്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയുക, ദൈവം കുരിശിലേക്ക് നോക്കാം. കുരിശാണ് അല്ലേ? ആര് കല്യാണം കഴിയുന്നതോടുകൂടി അതെ അറിയില്ലല്ലേ? നമുക്കറിയാം, കുരിശൊരു അടയാളമാണ്, രക്ഷയുടെ അടയാളമാണ്. ജീവിതത്തിലെ സഹനങ്ങളെ രക്ഷയുടെ അടയാളമായി മാറ്റിയ ആ കുരിശ്, ഞാൻ പറയാം, ആ കുരിശിന്റെ മുൻപില് നിങ്ങളൊന്ന് കുനിയണം. എനിക്കറിയാം, നിങ്ങളുടെ മാരിഡ് ലൈഫില് നിങ്ങൾക്കൊരു ഭയങ്കര സഹനങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല. ചോദിച്ചാൽ മതി പുറകിലിരിക്കുന്നവരോട്, എന്താണ് ഒരു യഥാർത്ഥ മാരിഡ് ലൈഫ്? പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ്മെന്റ്, പേഷ്യൻസ്. ഞാൻ പറഞ്ഞു, ഇത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. പറഞ്ഞു കൊടുക്കാൻ എളുപ്പമല്ലേ? എങ്ങനെയുണ്ട് നിങ്ങൾ തമ്മിലുള്ള തീർച്ചയായിട്ടും ഒരു അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചിലപ്പോഴൊക്കെ ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കും, നമുക്കിതൊക്കെ പറ്റുമോ? എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, വിജയിച്ച ആ കുരിശിന്റെ ആ ഉള്ളിൽ കിടന്നുകൊണ്ട് ആ അടയാളത്തില് വിജയിച്ച ഒരേ ഒരു ചരിത്രം, അത് ഈ ക്രിസ്തുവിന്റെ ചരിത്രമാണ്. ഞാൻ പറയുന്നത്, ആ കുരിശിലേക്ക് ഒന്ന് നോക്കുക. സഹനങ്ങളെ രക്ഷയുടെ അടയാളമായിട്ട് ആ കുരിശ് ഒരു രക്ഷയുടെ അടയാളമായി മാറ്റിയ അത്രയോളം ഒരു സഹനം അത് നമുക്ക് കാണാൻ സാധിക്കുക ഈ കുരിശിന്. അതുകൊണ്ട് ഞാൻ പറയുക, രണ്ടാമതായിട്ട് നിങ്ങൾ ആ കുരിശിന്റെ മുൻപിൽ നിങ്ങളൊന്ന് തല കുനിക്കുക. കാരണം അതിലും വലിയൊരു സഹനങ്ങളൊന്നും ഞാൻ പറയും ഒരു കുടുംബ ജീവിതത്തിലും ഉണ്ടാകുന്നില്ല. പക്ഷെ എനിക്കറിയാം, ഓരോ കുടുംബ ജീവിതത്തിലെ സഹനങ്ങളും കുരിശോളം വലുതാണ്. നിങ്ങളുടെ ആ സഹനങ്ങള് ഈ കുരിശോളം, നിങ്ങൾ ആ കുരിശിന് മുൻപിൽ ഒന്ന് തനിച്ചുകൊണ്ട് കുരിശോളം വലുതാക്കിക്കൊണ്ട് ഒന്ന് കുരിശിൽ സമർപ്പിച്ചുകൊണ്ട് പരസ്പരം ആ കുരിശിനെ ഒന്ന് രക്ഷയുടെ അടയാളമായിട്ട് മാറ്റിയാൽ ഞാൻ പറയുക, യു വിൽ ഹാവ് എ സക്സസ്ഫുൾ മാരിഡ് ലൈഫ്. ആൻഡ് ഓൾസോ മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയുക, അത് ഈ വചനത്തിന്റെ മുൻപിൽ. കാരണം ജീവിതത്തില് ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ എനിക്കറിയാം മാരിഡ് ലൈഫിലുണ്ട്, ഇല്ലേ? ഇവിടെ ഇരിക്കുന്നവരൊക്കെ നമുക്കറിയാം, ആഗ്രഹിച്ച കുറെ നല്ല ജീവിതങ്ങൾ ഇവർക്ക് ലഭിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഉത്തരം യെസ് ആയിരിക്കും, നോ ആയിരിക്കും. നമുക്കറിയാം, കുറെ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കാരണം നമുക്കറിയാം, ഈ കൂടുതൽ നിങ്ങൾ അറിയുമ്പോഴാണ് നമുക്കറിയാം കുറവുകളെ മനസ്സിലാക്കുന്നത്, അല്ലെ? വിവേകൻ അറിയോ അഞ്ജലിയുടെ കുറവുകൾ? അഞ്ജലിക്ക് അറിയോ? കുറച്ചൊക്കെ അറിയാം. വിവേകപ്പെട്ടു, ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്കറിയാം കുറവ്. നമ്മളൊക്കെ കുറവുകളുള്ളവരാണ്. നമ്മളെ കുറിച്ച് കൂടുതലായിട്ട് അടുത്തറിയുമ്പോൾ നമ്മുടെ കുറവുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കും. നമുക്കറിയാം, ഒരു മാരിഡ് ലൈഫ് നമുക്കറിയാം, അത് ഷെയർഡ് ലൈഫാണ്. നിങ്ങൾക്കൊന്നും ഒളിക്കാനില്ല. നിങ്ങൾ പരസ്പരം എല്ലാം പങ്കുവെക്കുന്നത്. ആ പങ്കുവെക്കലില് നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ കുറവുകളെ നമുക്കറിയാം, അത് പോരായ്മകളായിട്ട് കണ്ടാൽ എനിക്ക് തോന്നുന്നു അതൊരു വിജയിച്ച ഒരു കുടുംബജീവിതമായിട്ട് മാറില്ല.
ആ കുറവുകളെ ഞാൻ പറയും ഈ വചനത്തിന്റെ വെളിച്ചത്തില് അതിനെ ഒന്ന് മാറ്റാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങളുടെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, സമസ്യകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാതെ വരുമ്പോൾ ഞാൻ പറയുക, ഒന്ന് ഈ വചനം ഒന്ന് എടുക്കുക, ഒന്ന് വായിക്കുക. അതിന് വചനാത്മകമായിട്ട് അതിനെ ഒന്ന് ധ്യാനിച്ച കിട്ടാത്ത ഒരു ഉത്തരവും ഒരു കുടുംബ ജീവിതത്തിലുമില്ല. അതുകൊണ്ട് ഞാൻ പറയുക, ഇതിന്റെ മുൻപില് നിങ്ങളുടെ തല നിങ്ങൾ കുനിക്കുക. ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് മുമ്പിൽ നിങ്ങൾ വചനമെടുത്തുകൊണ്ട് ധ്യാനാത്മകമായിട്ട് വായിച്ചാൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യവും നിങ്ങൾക്കറിയാം ഒരു കുടുംബ ജീവിതത്തിലുമില്ല. ഞാൻ പറയുക, ഇതായിരിക്കണം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സംഭവിക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരു നല്ല കുടുംബജീവിതം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ വളർത്തി വലുതാക്കിയ മാതാപിതാക്കള് നിങ്ങളെ വലിയ സന്തോഷത്തിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, പ്രത്യേകിച്ച് നമുക്കറിയാം എന്തൊരു പുതിയ ഒരു സജോഷനാണ് നിങ്ങളുടെ മാരേജ്. അത് ബ്ലെസ് ചെയ്യുന്നത് പുതിയ വികാരി തോമസ് അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഇതിൽ പങ്കെടുക്കാനായിട്ട് ഒരു യാദൃശ്ചികമായിട്ട് ആഗ്രഹിച്ചതാണ്. മറ്റുമൂന്ന് അറിയുമായിരുന്നില്ല, പക്ഷേ ദൈവനിശ്ചയപ്രകാരം വരാനായിട്ട് പറ്റി. നിങ്ങളുടെ വലിയ സന്തോഷത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, ഒരുമിച്ച് കൂടാൻ, ഈ സന്തോഷത്തിൽ നിങ്ങളോടുകൂടി ആയിരിക്കാനായിട്ട് സാധിച്ചത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. എല്ലാവരുടെ പേരും ബഹുമാനപ്പെട്ട സന്തോഷം തോമസ് അച്ഛൻ, അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, കൂട്ടുകാർ, എല്ലാവരുടെ പേരിൽ ഏറ്റവും കൃത്യമായിട്ട് രണ്ടു പേർക്കും നല്ല ഒരു കുടുംബജീവിതം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കാർവസ് പ്രാർത്ഥനയില്ലേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹമെന്ന ഉദാശ വഴി ബന്ധിതരാകുന്നവർക്ക് വേണ്ടി കർത്താവേ ഈ വധൂവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവോചനമാകുന്ന ആത്മീയ വിരുദ്ധനായി സകലതയെ ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭ്യർത്ഥനയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ, പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്കിപ്പോൾ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനം ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കുദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷനെ ജീവിത സഖിയെ നൽകിയ ദൈവമേ, പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാനാഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസരെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. വിവാഹത്തിന്റെ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്.
സാക്ഷിയാകട്ടെ. വിവേക് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അഞ്ജലിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. സമ്മതമാണ്. അഞ്ജലി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി വിവേകിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചാട്ടുപിടിക്കുകയും അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ മനസ്സിന്റെ ഐക്യത്തോടു കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിതരാക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണം വഴി തിരുസഭയുമായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശുദ്ധന്റെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും. ആമേൻ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തരായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ അവിടുന്ന് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിലനിൽക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. എന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന് വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിന് മഹത്വത്തിന് വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. ോ
ചെയ്യുകയാണ്. നവദമ്പതികൾ അവരുടെ വലത്തുകരം ബൈബിളിൽ വെച്ചുകൊണ്ട് വിവാഹ വാഗ്ദാനത്തിന്റെ പ്രതിജ്ഞ ഏൽപ്പിച്ചിരുന്നു. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആശീർവാദ പ്രാർത്ഥന. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നനാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ മരണകർത്താവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങളെ തുണയ്ക്കുമാകട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. സമ്പൂർണമായി നൽകുന്നിത അറിവോടെ ജീവയാകും തിരുവരിയായി മാറ്റിയിടണേ. സമ്പൂർണമായി നൽകുന്നിത അറിവോടെ ജീവയാകും തിരുവരിയായി മാറ്റിയിടണേ. എന്നെ കഴുകിടുവാൻ തിരുവോസ്തിയായി എന്നെ കഴുകിടുവാൻ തിരുരക്തത്താൽ എന്നെ കഴുകിടുവാൻ എന്നെയും സർവ്വവും ഞാനിതാ നൽകുന്നു കാഴ്ചയായി എന്നെയും സർവ്വവും ഞാനിതാ നൽകുന്നു കാഴ്ചയായി സ്വീകരിക്കും സ്നേഹദാത തൃക്കൈകളിൽ ജീവയാകും യോഗ്യമാകുവാൻ നിൻ കൈകളിൽ എന്നെ ഇടുന്നു. ഈ യാഗവേദിയിലെന്നെ സമ്പൂർണമായി നൽകുന്നിതാ
ത്രിത്വത്തെ പോഴിലേക്ക് ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പിതാക്കളുടെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന നിശ്ചിതം തന്റെ കൃപയാൽ അനുഗ്രഹിക്കാൻ ഈ കുർബാന നമ്മുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കൽപ്പനയനുസരിച്ച് മിശിഹായിലെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മാത്രമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധപ്പെടുത്തിന്റെ സുതത്വവും പരിശുദ്ധവും ജീവനായകവും ദൈവികമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാനായ പിതാവിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിന്മേലുണ്ടാകട്ടെ. ഘോഷിക്കട്ടെ. വിജയമറിഞ്ഞ നീതിമാന്മാരുടെയും മകളുടെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാസിയുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിന്മേലുണ്ടാകട്ടെ. സുദീർഘമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഏൽപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി ദൈവം നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകളുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകം ഏർപ്പെട്ടുള്ള എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരി കുർബാന ഞങ്ങളുടെ കർമ്മങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും നിങ്ങൾ സമർപ്പിക്കുന്ന അവിടുന്ന് സമർപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീരങ്ങളാകുന്നതിന്റെ ശുശ്രൂഷകരാകുവാൻ എളിയവരും മാപ്പികളുമായിരുന്നിട്ട് ഞങ്ങളെ യോഗ്യരാക്കി അങ്ങ് നൽകിയ സ്നേഹത്തോടും വിശ്വാസത്തോടുകൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും നിശ്ചയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി നിശബ്ദരായ ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്റെ ഗുണനാലങ്ങ് ലോകത്തെയും
അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായവയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളവയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രഭന്മാരോടും സഭന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന തലത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും പ്രതാപവുമായ ദൈവം, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടുത്തെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോശാന, ദാവീദിന്റെ പുത്രൻ ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഹോശാന. കർത്താവായ ദൈവമേ, സ്വകീരണങ്ങളോടുകൂടി നീക്കി ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങേ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദർശനം, അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സഭയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത കാര്യമായി പരിഗണിക്കാതെ അവിടെ നിന്ന് തന്നെ ശൂന്യനാക്കി ദാസരൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിമുള്ള മധ്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീ എന്ന ജാതനായി നിയമത്തിന് അധീനരായിരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൊടുക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും വിലഹീനരും ആഗ്രഹമായ ദാസ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പൊൻകാലാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും അതിനായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സർവ്വത്രിക സഭയുടെ മനാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് അലഞ്ചേരി മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ജോസ് മെത്രാന് വേണ്ടിയും വില്യം മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ അധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ.
പുണ്യവാന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ത്രികളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച് നീതിമാന്മാരും ശുദ്ധമായ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാനയെ സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരീശ്വരർക്കു വേണ്ടിയും ഞങ്ങൾ ആർക്കെല്ലാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു അവർക്ക് വേണ്ടിയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഇന്ന് വിവാഹമെന്ന ഉദാശയിലൂടെ പുതിയ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന വിവേക് അഞ്ജലി ദമ്പതിമാർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ വിശ്വമായ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നയോ അങ്ങയുടെ ദർശനയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ പണിയും സമർത്ഥമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിനെ അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസർ നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകരമായ യേശുക്രിസ്തുവിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരത്തിന്റെയും മഹനീയവും വൈജ്ഞാനികവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ദിവസത്തെ സന്തോഷത്തോടെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, എന്നോട് തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർക്കവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായേ, നിന്റെ തിരുനാമത്തിലെ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപത്തിനോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക് എല്ലാ നേരവും സ്തുതി പാടും. ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക് അൾത്താരേ
അപ്പമായി തീരുന്ന ഗുരുനാഥനെ അൽത്താരയിൽ വരും തിരുനാഥനെ അപ്പമായി തീരുന്ന ഗുരുനാഥനെ ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിൽ അലിഞ്ഞു ഞാൻ പറന്നുയരും മാലാഖമാർ ചേർന്ന് പാടും ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷന്റെ അമൂല്യമായ ശരീരത്തിനും രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും പ്രഖ്യാപനങ്ങളോടെ സമീപിക്കാം. അനുതാപങ്ങളോ അനുസരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടോ പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടോ സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടോ നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാവമല്ലോ യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുത്വത്തിൽ ദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കാൻ കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അതിരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനവിശ്വസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശുദ്ധനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നമ്മുടെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന നമ്മെ സ്നേഹത്തിലും ഐക്യത്തിലും അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ മേലേറിൽ തന്റെ ശരീരത്തങ്ങൾ തരുന്ന മിശിഹായെ നമുക്ക് വാഴ്ത്താം. നമ്മെ ജീവിക്കുന്ന കർത്താവായ യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത നാമെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിച്ച് നമുക്ക് തൃപ്തരാകാം. സഭയുടെ വിശ്വസ്ത സന്താനങ്ങളായി വർത്തിക്കുവാൻ ഈ ദിവ്യകൂദാശ നമ്മെ ശക്തരാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ വൃത്തിക്കും നിത്യജീവനം കാരണമാകട്ടെ.
This is the time for communion. As you know, there is some kind of policies to how to receive the communion. The first, the couple, the newly wedded couple, they will receive the communion, and following that, you may be able to come and receive the communion. So there is a marking here. So here in the front, keep that distance. Receive, stretch out your hand and receive the communion, and remove the mask. Step right inside, and then consume the communion. So the Holy Eucharist. So this is the way we are going to receive the communion. Those who are not receiving the communion, they are free to stay where you are. Or if you want to receive the blessing, come forward, put your hands like this just across the chest. That means you are not receiving communion but asking for the blessing. Kuya,
എന്നാഥനൊപ്പം തന്നെ പാതയും ലക്ഷ്യവും ഭൂമി ഞാനുള്ള കാലം നേരിൽ എന്നാഥനൊപ്പം തന്നെ പാതയും ലക്ഷ്യവും പാടും ദുഃഖങ്ങൾ സർവം നിസാരം പാടും ദുഃഖങ്ങൾ സർവം നിസാരം പുണ്യപുക്കാരമായ യേശുവൻ നൽകിയേ ദിവ്യകാരുണ്യമേ കൃത്യനാനന്ദമേ ദിവ്യദൂതാശയായി നിത്യം പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിപൂർവ്വം പരിശുദ്ധവും ജീവിതായവും ദൈവവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിലെ ഒന്നിപ്പിച്ച ദൈവാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ ദൈവമേ, ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെയും നായകനായ മാർ യോസേഫിന്റെയും മാധ്യസ്ഥതയുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥാനേക്കും. സമാപനാശീർവാദം. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന ഉദാശിയായ നിർമ്മലമായ സ്നേഹത്തിനും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിനും അവിടുന്ന് നിങ്ങളെ കണ്ടുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിനാലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവബലിയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യകാലത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവരയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് പരിപീഠമേ സ്വസ്തി. നിങ്ങൾ സ്വീകരിച്ചതുമാണ് കടകളുടെ പ്രവൃത്തിയും പാപമോചനത്തിനും കാരണമാകട്ടെ. ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ യേശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹിമയെ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരുടെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇന്നത്തെ അവരുടെ ആനന്ദവും ആശ്വാസവും സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നവദമ്പതിമാരെ
അൾത്താരയിലേക്ക് വന്ന് അവരെ ഭൗതികമായിട്ട് രേഖകളിൽ ഒപ്പുവെക്കുന്നു. തുടർന്ന് അവരുടെ സ്ഥലത്തേക്ക് അവർ പോകും. അതുപോലെ തന്നെ വിറ്റ്നസേഴ്സും വന്ന് അത് ഒപ്പ് രേഖപ്പെടുത്തുക. ആ സമയം മാതാവിൻ്റെ ഒരു ഗാനം ആലപിക്കും. നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. കന്യകാമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യകാമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകാമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകാമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകാമേരിയമ്മേ. സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഭൂവണി നീ. കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷകൻ അമ്മയും നീ. സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഭൂവണി നീ. കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷകൻ അമ്മയും നീ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ഈ മദർ തെരേസ ഇടവകയുടെ നാമത്തിൽ, അതുപോലെ തന്നെ പ്ലോട്ടിനച്ഛൻ്റെയും ഇടവകയും തോമസ് അച്ഛൻ വന്നിരിക്കുന്ന എല്ലാ ഈ ഇടവകയുടെ നാമത്തിൽ റെപ്രസെന്റിങ് ഈച്ച് പാരിഷ്, അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെ പേരിൽ പ്ലീസ് സ്റ്റാൻഡ് ആൻഡ് ഗിവ് എ റൗണ്ട് ഓഫ് അപ്ലൗസ് വിവേക് ആൻഡ് ആന്റണി, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. എല്ലാവിധ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വളരെ many people from far away places, I noticed that, and we appreciate your presence here today. I know it is a little tough time, difficult time, COVID, but we made it. The marriage supposed to happen in India as they planned, but God had a different plan, so it happened here, and we are extremely happy to be part of this celebration, and may God continue with us.